പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ യൂണിവേഴ്സിറ്റി പുറത്താക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിലക്ക് തുടരും. 18 വിദ്യാർത്ഥികളെ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്താണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാരെ തിരികെ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥനെ റാഗിങ്ങിന് വിധേയമാക്കി മരണത്തിന് വിട്ടുകൊടുത്ത വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം തിരികെ കോളേജിലേക്ക് എടുക്കാനായി അനുമതി നൽകിയിരുന്നു സിംഗിൾ ബെഞ്ച്. ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുള്ളത്. സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ നൽകിയ അപ്പീൽ പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അമിത് രാവൽ, ഒപ്പം തന്നെ ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇത് ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയ പുതിയ അന്വേഷണം നടത്താമെന്നും അന്വേഷണത്തിൽ അമ്മയെ കൂടി പങ്കെടുപ്പിക്കണമെന്നും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തുന്നത് കിരാതവാശിക്ക് തുല്യമാണെന്നും ഇത്തരക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടവർ ആണെന്നും കോടതി നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടോ, അഡ്വക്കേറ്റ് കാവ്യ വർമ്മ എന്നിവരാണ് ഹാജരായിട്ടുള്ളത്. നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം നിയമ പോരാട്ടം തുടരുകയാണ്. ഇതിനിടയിലാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന സമീപനം കോളേജ് അധികൃതർ അടക്കമുള്ളവർ സ്വീകരിക്കുകയും കോളേജിലേക്ക് വീണ്ടും ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ 11 വിദ്യാർത്ഥികളിലധികം വരുന്ന വിദ്യാർത്ഥികളെ കോളേജിലേക്ക് തിരികെ എടുക്കാൻ കോളേജ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിന് എതിരെയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയുമായിരുന്നു കുടുംബം കോടതിയെ സമീപിച്ചത്. ആ കോടതിയെ സമീപിച്ച ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നടപടി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഈ വിദ്യാർത്ഥികൾക്ക് നടപടി സ്വീകരിക്കണം, ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുകയും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കം വ്യാപിപ്പിക്കാനും അമ്മയെ അതിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ, ശരി ശാലിനി.